ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയർ BA ഇംഗ്ലീഷ് സ്റ്റുഡൻസിൻ്റെ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിലെ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ മൊഡ്യൂളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം, അതിനുശേഷം ചാപ്റ്ററിലേക്ക് പോകാം. First, this module will encourage the students to be sensitive to perspectives from the margins, such as those of females, Dalit, child, and sexual minorities, and how these subaltern perspectives figure in literature. ഈ ദളിത് വിഭാഗത്തെക്കുറിച്ച്, ഫീമെയിൽ സ്ത്രീ വിഭാഗത്തെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച്, സെക്ഷൽ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ആൻഡ് ഹൗ ദീസ് സബാൾട്ടേൺ പെർസ്പെക്റ്റീവ്സ് ഫിഗർ ഇൻ ലിറ്ററേച്ചർ, എങ്ങനെയാണ് ഇത് ലിറ്ററേച്ചറിൽ പ്രകടമാകുന്നത്. Their engagement with the texts must allow them to comprehend how the subaltern perspectives question and counter the privileged voices in the mainstream text. ടെക്സ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫീമെയിൽ നോ നെയിം വുമൺ ബൈ മാക്സിൻ ഹോങ്കിങ്സ്റ്റൺ ആ ഒരു ടെക്സ്റ്റ് ഉണ്ട്. നോ മാൻ വുമൺ. ദളിത് എന്ന് പറയുന്നത് പുസ്തകം. ദളിതിൽ ഏതൊക്കെ വരുന്നത്? വിച്ച് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക് ബൈ അരുൺ ക്യാമ്പിൾ. ഹാബിറ്റ് ബൈ FM ഷിൻഡെ. ഐഡൻറ്റിറ്റി കാർഡ് ബൈ S ജോസഫ്. ഇനി കുട്ടികളെ കുറിച്ചിട്ട് ഉള്ളത് സെക്ഷൻസ് ഫ്രം കാൽവിൻ ആൻഡ് ഹോബ്സ്. ചൈൽഡ്, സിംഗപ്പൂർ ഡ്രാമ ഷോർട്ട് ഫിലിമാണ് ചൈൽഡ്. 4ാമത്തത് ക്യൂർ. ദ ലെറ്റർ. ക്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതായത് ഈ ലെസ്ബിയൻ, അതുപോലെ തന്നെ ഹോമോസെക്ഷൽ, ഇതൊക്കെ വരുന്ന സാധനം. ദ ലെറ്റർ ക്യൂ. എലി ഷിപ്ലിയാണ് എഴുതിയത് കേട്ടോ. ഇനി ഇതിലുള്ള ടേംസ് ഓർ കോൺസെപ്റ്റ് ഡിസ്കസ്ഡ്, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാർജിനലൈസ്ഡ്, ജെൻഡർ, സ്റ്റീരിയോടൈപ്പ്, ക്ലാസ്, സബാൾട്ടേൺ, സെക്ഷുവാലിറ്റി, ഇതിനൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. റീഡിങ് ഈസ് ഓഫൺ എ റീറീഡിങ് ഓഫ് യുവർ സെൽഫ് ടു. വായന എന്ന് പറയുന്നത് ഒരു പുനർവായനയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഗോയിങ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതായത് ആ പുനർവായന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കുറച്ച് പിറകോട്ട് പോകുന്നു, അതുപോലെ കുറച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നു. ഇതൊക്കെയാണ് ഈ പുനർവായന. ഫ്രം യുവർ ഐഡിയാസ് ടു ദ റൈറ്റേഴ്സ് ഐഡിയാസ്. നിങ്ങളുടെ ഐഡിയയിൽ നിന്ന് ചില എഴുത്തുകാരുടെ ആശയങ്ങളിലേക്കാണ് ഇത് വരുന്നത്. A good reader is always ready to negotiate with the text. Test one's observations with that of the text and make inferences. ഒരു നല്ല വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം he is always ready to negotiate with it. അതായത് ടെക്സ്റ്റുമായിട്ടൊരു പൊരുത്തപ്പെടലുണ്ടാവും. ടെസ്റ്റ് വൺസ് ഒബ്സർവേഷൻസ് വിത്ത് ദാറ്റ് ഓഫ് ദ ടെക്സ്റ്റ്. അതായത് നമ്മുടെ കാഴ്ചപ്പാടും അതുപോലെ ടെക്സ്റ്റിലുള്ള കാഴ്ചപ്പാടുമായിട്ട് ഒരു പരിശോധന നടക്കും. ആൻഡ് മേക്ക് ഇൻഫറൻസസ്. ചിലപ്പോൾ അതിന് ഇൻഫറൻസ്, അതായത് അനുമാനങ്ങൾ ഉണ്ടാക്കും. സോ വെൻ വി റീഡ് വി ടെസ്റ്റ് അവർ തിയറീസ് ഓർ ഹൈപ്പോത്തിസിസ് ഓഫ് ദ വേൾഡ് വിത്ത് ദാറ്റ് ഓഫ് ദ ടെക്സ്റ്റ്. നമ്മുടെ സിദ്ധാന്തങ്ങളും നമ്മുടെ അനുമാനങ്ങളും അത് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള അനുമാനങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ളതുമായിട്ട് കമ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിക്കും. ദേ ആർ ഗോയിങ് ടു ബീറ്റ് ദ ട്രാൻസ്ജെൻഡർ അപ്പ്. അതിലൊരു ഉദാഹരണം, അവർ ചിലപ്പം ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ നമ്മളുണ്ടാവും. ക്വസ്റ്റ്യൻ വൈ ഡിഡൻ, ചിലപ്പം ചോദ്യങ്ങളുണ്ടാവും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. വൈ ഡിഡൻ ദേ ഗോ അഗെയിൻസ്റ്റ് ദ വിഷസ് ഓഫ് ദ ഫാദർ. എന്തുകൊണ്ടാണ് അച്ഛനെ ആ കുട്ടികൾ അനുസരിക്കാത്തത്? ചിലപ്പോൾ മേക്ക് ജഡ്ജ്മെൻറ്റ്, ചില ജഡ്ജ്മെൻറ്റുകൾ ഉണ്ടാക്കും. ദേ ആർ നോട്ട് നോർമൽ, അവർ നോർമൽ അല്ല എന്നുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ കമ്പാരിസൺ നടത്തും, കമ്പയർ.
The woman is so helpless and the man is so powerful. സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്ലെസ് ആണ്, അതുപോലെ മാൻ എന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ് എന്നുള്ള ഒരു കമ്പാരിസൺ. So when we read literature, we must look for the unique and diverse ways in which the writers look at the world and how they make use of language to convey some of these perspectives. അപ്പോൾ ഒരു വായനക്കാർ എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ ഒരു റൈറ്റർ എങ്ങനെയാണ് ഈ ലോകത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഓക്കെ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു യുണീക്കായിട്ടുള്ള വേ ആൻഡ് ഡൈവേഴ്സ് വേസ് ഇൻ വിച്ച് ദ റൈറ്റേഴ്സ് ലുക്ക് അറ്റ് ദ വേൾഡ്, ഈ ലോകത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ആൻഡ് ഹൗ ദേ മേക്ക് യൂസ് ഓഫ് ലാംഗ്വേജ്, എങ്ങനെയാണ് ഭാഷയെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് നോക്കണം. വെറുതെ അങ്ങനെ വായിച്ചു വിട്ടാൽ പോരാ. We think of literature as a representation of the thoughts and experiences of the writer. ലിറ്ററേച്ചറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് ദ റൈറ്റർ. ഒരു എഴുത്തുകാരൻ്റെ ചിന്തകളും അനുഭവങ്ങളുമാണ് ലിറ്ററേച്ചറിലുള്ളത്. ഹെർ റിഫ്ലക്ഷൻ ഓൺ ലൈഫ്, ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷൻസ്. ഹെർ മിററിങ് ഓഫ് ദ വേൾഡ് ആസ് ഷീ കൺസീവ്സ് ഇറ്റ്, ഈ ലോകത്തെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്, ഓക്കെ, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് കാണുന്നത്. ഏകദേശം മിററിങ് എന്നതുകൊണ്ട് റിഫ്ലക്ഷൻ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദോസ് ഹു ഹാവ് റെഡ് കാതറിൻ മാൻസ്ഫീൽഡ് സ്റ്റോറി പ്രെല്യൂഡ് എന്ന് പറയുന്ന ഒരു കഥ ഉണ്ട്. അത് എഴുതിയിരിക്കുന്നത് കാതറിൻ മാൻസ്ഫീൽഡാണ്. അതാരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹെർ ഇംപ്രഷൻസ് ഓഫ് ഹെർ ഹോം ഇൻ കരോരി, ന്യൂസിലാൻഡിലെ കരോരി എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊരു വീടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടാണ് ഈ കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ പ്രെല്യൂഡ് എന്ന് പറയുന്ന കഥയിൽ പറയുന്നത്. ആൻഡ് ഓൾസോ ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് വാല്യൂസ് ഓഫ് ദ അപ്പർ ക്ലാസ് ഇൻ ദ ലേറ്റ് 19th സെഞ്ച്വറി, ഏകദേശം ലേറ്റ് 19th സെഞ്ച്വറിയിലുള്ള അപ്പർ ക്ലാസ്സിൻ്റെ, അവിടെ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ് ഈ ഭാഗത്തൊക്കെ അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ 3 തരം ക്ലാസ്സുകളാണുള്ളത്. ഓക്കെ, ഇവിടെ പുവർ ആൻഡ് റിച്ച് എന്നുള്ള ആ ഒരു രൂപത്തിലാണ്. അവിടെ അങ്ങനെയല്ല, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ അപ്പർ ക്ലാസ് പിന്നെ അവരുടെ വാല്യൂസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ അതിനൊക്കെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു പാസേജ് തന്നിരിക്കുന്നു ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് നോക്കാം. ദ ലാമ്പ് വാസ് ലൈറ്റഡ് ഓൺ ദ നഴ്സറി ടേബിളിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. മിസ്സിസ് ഫെയർഫീൽഡ് വാസ് കട്ടിംഗ് ആൻഡ് സ്പ്രെഡിങ് ബ്രെഡ് ആൻഡ് ബട്ടർ. ഓക്കെ, സോ ബ്രെഡും ബട്ടറും ഉണ്ടാക്കുകയാണ് ആര്? ഫെയർഫീൽഡ്. The 3 little girls sat up to table wearing large bibs embroidered with their names. അതായത് 3 പെൺകുട്ടികളുണ്ട്. 3 പെൺകുട്ടികളും അതിന് ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ നീളം ഡ്രസ്സാണ് അവരിട്ടിരിക്കുന്നത്. അവരുടെ പേരും അതിൽ കുറിച്ച് വച്ചിട്ടുണ്ട്. They wiped their mouth as their father came in ready to be kissed. അങ്ങനെ അച്ഛൻ ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോൾ അവരെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. കാരണം അച്ഛൻ വന്നാൽ ഉമ്മ വെക്കുമെന്ന് കുട്ടികൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ദ വിൻഡോസ് വെയർ ഓപ്പൺ, ആ ജനലുകളൊക്കെ തുറന്നു വെച്ചതാണ്. എ ജാർ ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ് സ്റ്റുഡ് ഓൺ ദ മാൻറ്റൽ പീസ്. അത് ആ മാൻറ്റൽ പീസിൻ്റെ മുകളിൽ എന്തുണ്ട്? കുറച്ച് പൂച്ചട്ടികളുണ്ട്, ചട്ടിയിലാക്കിയിട്ട് വെച്ചത് കേട്ടോ. And the lamp made a big soft bubble of light on the ceiling. ഓക്കെ, അതുപോലെ തന്നെ സീലിങ്ങിൽ ചെറിയ ചെറിയ ലാംപ്സ് ഉണ്ട്, ചെറിയ, അതായത് ഈ പിന്നെ സീലിങ്ങിൽ ഈ താഴത്ത് വച്ച ആ വിളക്കുണ്ടല്ലോ, ആ വിളക്കിൻ്റെ ആ പ്രകാശം സീലിങ്ങിൽ നിന്നിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. യു സീം പ്രറ്റി സ്നഗ്. അപ്പം അമ്മ പറയാണ് യു സീം പ്രറ്റി സ്നഗ് മദർ. ബേണലാണ് പറയുന്നത് കേട്ടോ. ബേണൽ പറയാണ്
യു സീം പ്രെറ്റി സ്നഗ്. നിനക്ക് സുഖമുള്ളതായിട്ട് തോന്നുന്നു, ഒരു വളരെ ഹാപ്പി ആയിട്ട് തോന്നുന്നു. ബ്ലിങ്കിങ് അറ്റ് ദ ലൈറ്റ്, അതായത് ആ പ്രകാശത്തോട് കണ്ണടച്ചുകൊണ്ട് ആ മിസ്റ്റർ ബേണൽ അവിടെ അച്ഛനാണ്, ആ കുട്ടികളുടെ അച്ഛൻ. അയാൾ പറയാണ് യു സീം പ്രെറ്റി സ്നഗ്. ഇസബൽ ആൻഡ് ലോട്ടി സാറ്റ്. അതിൽ 3 പെൺകുട്ടികളിൽ 2 പെൺകുട്ടികളാണ് ഇസബൽ ആൻഡ് ലോട്ടി. അവരിരുന്നു. വൺ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ടേബിൾ. ഓക്കെ, 2 സൈഡിലായിട്ട്, ടേബിളിൻ്റെ 2 സൈഡിലായിട്ടിരുന്നു. കസി അറ്റ് ദ ബോട്ടം, കസി താഴെയും ഇരുന്നു. ദ പ്ലേസ് അറ്റ് ദ ടോപ്പ് വാസ് എം ടി. അപ്പോൾ മുകൾ ഭാഗം എം ടി ആണ്, അവിടെ ഒരാൾക്കുള്ള സീറ്റ് ഉണ്ട്. ദാറ്റ്സ് വേർ മൈ ബോയ് ഓട്ട് ടു സിറ്റ് തോട്ട് സ്റ്റാൻലി. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റാൻലി ഇങ്ങനെ വിചാരിക്കുകയാണ്, ആ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗമല്ലേ, അവിടെയാണ് എൻ്റെ ആൺകുട്ടി ഇരിക്കേണ്ടത്. ഹി ടൈറ്റൻഡ് ഹിസ് ആം അറൗണ്ട് ലിൻഡാസ് ഷോൾഡർ. ഓക്കെ, അങ്ങനെ ലിൻഡയുടെ ചുമലിൽ കൈവച്ചു. ആര്? നമ്മുടെ ബേണൽ. ബൈ ഗോഡ്, ഹി വാസ് എ പെർഫെക്റ്റ് ഫൂൾ ടു ഫീൽ ആസ് ഹാപ്പി ആസ് ദിസ്. ദൈവത്തെ ഓർത്തുകൊണ്ട്, ഹി വാസ് എ പെർഫെക്റ്റ് ഫൂൾ ടു ഫീൽ ആസ് ഹാപ്പി ആസ് ദിസ്. ഞങ്ങൾ സന്തോഷമുള്ള ആളുകളാണെന്ന് വിചാരിച്ചതിൽ അയാൾ ഒരു വിഡ്ഢിയാണ്. അങ്ങനെ വിചാരിക്കാൻ പാടില്ലായിരുന്നു. വെയർ സ്റ്റാൻലി, വെയർ എവറി സ്നഗ്, സെഡ് മിസ്സസ് ഫെയർഫീൽഡ്, കട്ടിങ് കസീസ് ബ്രെഡ് ഇൻ ടു ഫിംഗേഴ്സ്. ഓക്കെ, അതായത് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെയർ സ്റ്റാൻലി, വെയർ എവറി സ്നഗ്, എവിടെ ഹാപ്പിനെസ്, എവിടെ സ്റ്റാൻലി, എവിടെയാണ്? ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ദാൻ ടൗൺ എ ചിൽഡ്രൻ. ഓക്കെ, ആസ്ക്ഡ് ബേണൽ. ബേണൽ ചോദിക്കുകയാണ്, ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ദാൻ ടൗൺ എ ചിൽഡ്രൻ. ഇതിപ്പോൾ ടൗണിനേക്കാൾ നല്ലതായി തോന്നുന്നു അല്ലേ കുട്ടികളെ? അപ്പോൾ ഓ യെസ് സെഡ് ദ 3 ലിറ്റിൽ ഗേൾസ്. ആ 3 പെൺകുട്ടികളും യെസ്, തീർച്ചയായിട്ടും. ആൻഡ് ഇസബൽ ആഡഡ് ആസ് ആൻ ആഫ്റ്റർ തോട്ട്, താങ്ക് യു വെരി മച്ച് ഇൻഡീഡ് ഫാദർ ഡിയർ. എല്ലാത്തിനും വളരെ നന്ദി എൻ്റെ പ്രിയ അച്ഛ എന്ന് പറയാം. കം അപ്പ് സ്റ്റെയേഴ്സ് സെഡ് ലിൻഡ. അപ്പോൾ ലിൻഡ പറയാണ്, മുകളിലേക്ക് വരൂ. ഐ വിൽ ബ്രിങ് യുവർ സ്ലിപ്പേഴ്സ്. ഞാൻ നിങ്ങളെ ചെരുപ്പ് എടുത്തു തരാമെന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കഥ പഠിക്കുകയല്ല, മറിച്ച് ഈ കഥയിലുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് നോക്കാം. എ റൈറ്റേഴ്സ് കൾച്ചറൽ നോളജ് ഈസ് നോട്ട് ഡ്രോൺ ഫ്രം ഹെർ എക്സ്പീരിയൻസസ് അലോൺ. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ സാംസ്കാരിക അറിവ് എന്ന് പറയുന്നത് അവരുടെ അനുഭവത്തിൽ നിന്ന് മാത്രമല്ല. The writer can internalize the values and ideas of the dominant class as her own. അതായത് ഈ അവിടുത്തെ ഡോമിനൻ്റ് ക്ലാസ്സിൻ്റെ അവരുടെ ഐഡിയാസും അവരുടെ ക്ലാസ്സും ഒക്കെ അവരുടേതായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് ശരിക്ക് ഒരു റൈറ്റർ ചിലപ്പോൾ അവരുടെ ക്ലാസ്സിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് മാത്രമല്ല എഴുതുക. By views of the dominant class, we usually mean the views which favor the upper class, the upper caste, the male, the heterosexual, the white, the European and so on. അപ്പോൾ അങ്ങനെ ഒരു ഡോമിനൻ്റ് ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചിലപ്പം അത് ഒരു അപ്പർ ക്ലാസ്സിൻ്റെ ഒരു അഭിപ്രായമായിട്ട്, അതുപോലെ തന്നെ അപ്പർ കാസ്റ്റിൻ്റെ അഭിപ്രായമായിട്ട്, ഉയർന്ന ജാതിയുടെ, അതുപോലെ തന്നെ മെയിൽസിൻ്റെ പുരുഷന്മാരുടെ അഭിപ്രായമായിട്ട്, ഹെറ്ററോസെക്ഷൽ അതായത് പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധം അവരുടെ അഭിപ്രായമായിട്ട്, വെള്ളക്കാരുടെ ബന്ധമായിട്ട്, യൂറോപ്യന്മാരുടെ അഭിപ്രായമായിട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. സോ വി സീ ദിസ് ക്ലിയർലി ഇൻ മാൻസ്ഫീൽഡ് സ്റ്റോറി. ഈ മാൻസ്ഫീൽഡ് സ്റ്റോറിയിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അത് കാണാൻ പറ്റും. In many of the Victorian novels stories, you may find an upper class male point of view clearly articulated. വിക്ടോറിയൻ കഥകളിലൊക്കെ, മിക്കവാറും വിക്ടോറിയൻ കഥകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു അപ്പർ ക്ലാസ്, ഉയർന്ന ക്ലാസ്സുകൾ, മെയിൽ പോയിൻ്റ് ഓഫ് വ്യൂ ക്ലിയർലി ആർട്ടിക്കുലേറ്റഡ്. ഒരു മെയിൽ പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് പുരുഷ മേധാവിത്വത്തിൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ
കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പിന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. As in the above story, where the privilege of male gender seem rather obvious. കണ്ടില്ല ഞങ്ങൾ മുകളിലെ ഒരു സീറ്റ് അവിടെ മാറ്റി വെച്ചതാണ്. കുട്ടികൾ ഇരിക്കുന്നത് രണ്ടറ്റത്തും ഒരാളും അതുപോലെ താഴെ ഒരാളും. അതിൽ മുകളിലെ ഒരു സീറ്റ് അവിടെ ഉണ്ടായിട്ടും ഈ കുട്ടികൾക്ക് ഇരിക്കാൻ തോന്നുന്നില്ല. കാരണം ഇറ്റ് ഈസ് റിസർവ്ഡ് ഫോർ മെയിൽ ചൈൽഡ്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് അച്ഛൻ ചോദിച്ചത്, എന്തുകൊണ്ട് ഈ ഒരു എൻ്റെ ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്ലാസ് റൂം ആക്ടിവിറ്റി കുറച്ചുണ്ട്. ഹൗ ഡു യു തിങ്ക് ദ മെയിൽ ഈസ് എ മോർ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ മാൻസ്ഫീൽഡ് സ്റ്റോറി? അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഒരു കുറച്ച് കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അവിടെ പറയുന്നത്. ഹൗ ഡു യു ഗ്യാദർ ഫ്രം ദ വേർഡ്സ് ഓഫ് ദ വുമൺ ആൻഡ് ദ ചിൽഡ്രൻ ദാറ്റ് ദേ പുട്ട് ഹിസ് ഇൻട്രസ്റ്റ് അബവ് ദെയേഴ്സ്? ഓക്കെ, അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ, അതായത് ഹൗ ഡു യു ഗ്യാദർ ഫ്രം ദ വേർഡ്സ് ഓഫ് ദ വുമൺ ആൻഡ് ദ ചിൽഡ്രൻ, സ്ത്രീയുടെയും കുട്ടികളുടെയും വാക്കുകളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത്? ദാറ്റ്സ് ദേ പുട്ട് ഹിസ് ഇൻട്രസ്റ്റ് അബവ് ദെയേഴ്സ്. ആൺകുട്ടിയുടെ താല്പര്യങ്ങളാണ് അവരുടെ താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? When you read between the lines, are there hints that they are trying to please them? അവിടെ എന്തെങ്കിലും ഹിൻസ് ഉണ്ടോ, എന്തെങ്കിലും സൂചനകളുണ്ടോ, അവരെ പിന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ എന്നാണ് ചോദിക്കുക. However, here the writer is also painfully mirroring the times in which she lived. എങ്ങനെയായാലും ഇവിടെ ഈ എഴുത്തുകാരന് ഈ മിററിങ് ദ ടൈംസ് ഇൻ വിച്ച് ഷീ ലിവ്ഡ്, അവർ പിന്നെ ജീവിച്ച കാലഘട്ടത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് അവരുടെ ഈ ഒരു കഥയിൽ പറയുന്നത്. ദെർബൈ ലേയിങ് ബെയർ ഇറ്റ്സ് പ്രജുഡിസസ്, അതിൻ്റെ മുൻവിധികളൊക്കെ തുറന്നു കാണിക്കുകയാണ്. Though sometimes these prejudices can be countered within the text by the author in Mansfield text, the prejudices would appear rather indisputable. അപ്പോൾ ഇങ്ങനെയുള്ള മുൻവിധികൾ തീർച്ചയായിട്ടും അതിലുണ്ടാവും. they appear rather indisputable. The reader might accept the behavior of the father as natural and acknowledge his authority as the head of the household. അപ്പോൾ ഒരു അച്ഛൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, അതിൽ അച്ഛൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു വെറും സ്വാഭാവികമായിട്ടാണ് കണക്കാക്കുന്നത് ഈ എഴുത്തുകാർ. ആൻഡ് അക്നോളജ് ഹിസ് അതോറിറ്റി ആസ് ദ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു അതോറിറ്റിയെ അവർ സമ്മതിക്കുക തന്നെയാണ് ചെയ്യുന്നത്. Are there gaps or silences in the text where this authority might be questioned? ഇവിടെ നിശബ്ദതയുണ്ടോ, ഇത്തരം അതോറിറ്റി ചോദ്യം ചെയ്യേണ്ടതാണെന്നുള്ള ആ ഒരു ഗ്യാപ്പ് അവിടെ കാണിക്കുന്നുണ്ടോ? We are said to be constructed by the value systems and concepts of dominant class. അപ്പം നമ്മൾ ശരിക്ക് ഡോമിനൻ്റ് ക്ലാസ്സിൻ്റെ, ഈ മേധാവിത്വം പുലർത്തുന്ന ആ ഒരു ക്ലാസ്സിൻ്റെ അവരുടെ വാല്യൂ സിസ്റ്റംസ് അതൊക്കെയാണോ നമ്മുടെ മനസ്സിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ ഈ വായനയിൽ വലിയൊരു സ്വാധീനമുണ്ട്. നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ പിന്നെ എന്താണോ നമ്മൾ വായിക്കുന്നത് അത് ശരിയാണെന്ന ഒരു രൂപപ്പെടൽ നമ്മുടെ മനസ്സിലുണ്ടാവും. For instance, the experiences of women represented in mainstream literature often endorse the view of the dominant group. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, the experience of women represented in mainstream literature, സ്ത്രീകളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ഈ മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിലൊക്കെ അതിനെക്കുറിച്ച് കാണിക്കുന്നത് often endorse the view of the dominant group. അത് ഡോമിനൻ്റ് ഗ്രൂപ്പിൻ്റെ, ആ സമൂഹത്തിലുള്ള ഡോമിനൻ്റ് ഗ്രൂപ്പിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതിൽ പറയുന്നത്. ആ ഡോമിനൻ്റ് ഗ്രൂപ്പ് ആരാണ്? മെയിലാണ്. Since we as a human society have accepted certain values and opinions
that favor the male and his way of life. അപ്പോൾ അതായത് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പുരുഷ മേധാവിത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചിന്ത വരുന്നത്. Though biologically we are categorized as men and women, it is through socialization we are gendered. നമുക്ക് ശരിക്ക് ശാരീരികമായിട്ട് നമുക്ക് സ്ത്രീയും പുരുഷനും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ചെറിയല്ല വലിയ വ്യത്യാസങ്ങളുണ്ട്. ഏത് ശാരീരികമായിട്ട്. പക്ഷേ ജെൻഡർ ബേസിൽ, അതായത് സാമൂഹികമായിട്ടുള്ള ആ ഒരു ജെൻഡർ ബേസിൽ വ്യത്യാസം സമൂഹം കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ പ്രശ്നം. ഇത് സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്നിനും കൊള്ളാത്ത ആളുകളായിട്ട് മാറ്റരുത്. അത് പുരുഷനല്ലേ, അയാൾക്ക് എന്തുമാവാമെന്നുള്ള ആ ഒരു ചിന്ത കൊടുക്കുന്നുണ്ട്. ജെൻഡർ ഈസ് ഹൗ വി ആർ കൺസ്ട്രക്റ്റഡ് ആസ് എ പാർട്ട് ഓഫ് സോഷ്യലൈസേഷൻ ആസ് എ മാസ്കുലിൻ ഓർ ഫെമിനിൻ. അപ്പം സെക്സും ജെൻഡറും വ്യത്യാസമുണ്ട്. സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ്, ജെൻഡർ എന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കലാണ്. ഓക്കെ, അപ്പോൾ സോഷ്യോളജിക്കലായിട്ടുള്ള ജെൻഡർ is how we are constructed as a part of socialization as a masculine or feminine. സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള ആ ഒരു മുദ്ര കുത്തലാണ് ഇവിടെ പ്രശ്നം. വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സേസ് സൈമൺ ഡി ബോവയർ. സ്ത്രീകളായിട്ട് ജനിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷേ ഷീ ബിക്കംസ് എ വുമൺ, അല്ലെങ്കിൽ ഷീ ഈസ് മെയ്ഡ് വുമൺ ബൈ ദ സൊസൈറ്റി. സമൂഹം അവരെ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തുകയാണ് ചെയ്യുന്നത്. 20th സെഞ്ച്വറി ഫ്രഞ്ച് ഫെമിനിസ്റ്റാണ് ആര്? സൈമൺ ഡി ബൊവയർ എന്ന് പറഞ്ഞാൽ. അവരുടെ ബുക്കാണ്, വളരെ പ്രശസ്തമായിട്ട് ബുക്കാണ് ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഡു യു തിങ്ക് ഷീ മീൻസ്? നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. ഓക്കെ, ദർ ഈസ് പെർഹാപ്സ് റെഡിമെയ്ഡ് സെറ്റ് വ്യൂ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡർ ഇൻ ലിറ്റററി ടെക്സ്റ്റ്. ഈ ലിറ്റററി ടെക്സ്റ്റുകളിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചില സെറ്റാക്കിയിട്ടുള്ള ചില വ്യൂസ് ഉണ്ടാവും. ദീസ് ടിപ്പിക്കൽ ഫിക്സ്ഡ് ഇമേജസ് ആർ കോൾഡ് സ്റ്റീരിയോടൈപ്സ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കാറുള്ളത്. അതായത് പുരുഷൻ ഇങ്ങനെയാണ്, സ്ത്രീ ഇങ്ങനെയാണ് എന്നുള്ള ഒരു മുൻധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ, വിമൻ ഇൻ ലിറ്ററേച്ചർ ബ്രോഡ്ലി ഫോൾ ഇൻ ടു 2 മെയിൻ കാറ്റഗറീസ്. ദാറ്റ് ഈസ് ദ ഗുഡ് ഏഞ്ചൽ. ഓക്കെ, ഒരു 2 കാറ്റഗറി ആയിട്ടാണ് സ്ത്രീകളെ ലിറ്ററേച്ചറിൽ മാറ്റിയിട്ടുള്ളത്. ഒന്ന് ദ ഗുഡ് ഏഞ്ചൽ, ദ വേർജിൻ ആൻഡ് ദ ബാഡ് സിഡക്ട്രസ്. ഒന്ന് ദ ഗുഡ് ഏഞ്ചലാണ്, രണ്ടാമത് ബാഡ് സിഡക്ട്രസ് ആണ്. ഗുഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരു വേർജിൻ ആയിട്ടുള്ള സ്ത്രീ. ഓക്കെ, രണ്ടാമത്തത് ബാഡ് സിഡക്ട്രസ് ആണ്, അതായത് ദ വോർ. ഒന്ന് വേർജിനാണ്, രണ്ടാമത്തത് വോറാണ്. ഒന്ന് ഗുഡ് ഏഞ്ചലാണ്, രണ്ടാമത്തത് സിഡക്ട്രസ് ആണ്. വോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേശ്യ എന്നുള്ളൊരു മീനിങ് ആണ്. ഇൻ ദ ബുക്ക് ഇമേജസ് ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചർ ബൈ മേരി ആൻ ഫെർഗൂസൻ്റെ പുസ്തകമാണ് ഇമേജസ് ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചർ. അത് 7 categories are listed. 7 കാറ്റഗറീസാണ് അതിലുള്ളത്. ദ മദർ, 7 കാറ്റഗറീസ് ഓഫ് 7 റോൾസ് ഓഫ് വുമൺ ആണ് പറയുന്നത്. ഒന്ന് ദ മദർ, ദ വൈഫ്, ദ മിസ്ട്രസ് ഓർ സിഡക്ട്രസ്, ദ സെക്സ് ഒബ്ജക്റ്റ്, ദ ഓൾഡ് മെയ്ഡ്, ദ എഡ്യൂക്കേറ്റഡ് വുമൺ ആൻഡ് ദ ലേഡി. ഇങ്ങനെ 7 റോൾസാണ് സ്ത്രീകൾ ചെയ്യുന്നത്. ഒന്ന് അമ്മ, 2 ഭാര്യ, 3 വെപ്പാട്ടി സിഡക്ട്രസ്, 4 സെക്സ്വൽ ഒബ്ജക്റ്റാണ്, 5 ദ ഓൾഡ് മെയ്ഡാണ്, 6 ദ എഡ്യൂക്കേറ്റഡ് വുമണാണ്, 7ാമത്തത് ദ ലേഡി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഷി ഓൾസോ ലിസ്റ്റ്സ് ദ സബ്മിസീവ് വൈഫ്, ദ ഡോമിനേറ്റിംഗ് വൈഫ് ആൻഡ് ലിബറേറ്റഡ് വുമൺ. 3 കാറ്റഗറി. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സബ്മിസീവ് വൈഫ് എന്നുള്ളൊരു മീനിങ്. എല്ലാം പുരുഷന്മാർ പറയുന്നതൊക്കെ കേൾക്കുന്ന സ്ത്രീകൾ. പിന്നെ ഡോമിനേറ്റിംഗ് വൈഫ് ഉണ്ട്, ലിബറേറ്റഡ് വുമൺ. ഹിയർ ഈസ് അനദർ സ്റ്റോറി റിട്ടൺ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ഫീമെയിൽ. ദിസ് സ്റ്റോറി ഈസ് എ പാർട്ട് ഓഫ് ആൻ ഓട്ടോബയോഗ്രഫി ബൈ എ ഫസ്റ്റ് ജനറേഷൻ ചൈനീസ് അമേരിക്കൻ, ബോൺ ഓഫ് ചൈനീസ് ഇമിഗ്രൻസിന് ജനിച്ച
ഒരു ചൈനീസ് അമേരിക്കൻ എഴുതിയ കഥയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ദിസ് എക്സെപ്റ്റ് ബ്രിങ്സ് അലൈവ് എ പാസ്റ്റ് മെമ്മറി റിലേറ്റഡ് ടു മാക്സിംഗ് ഹോങ് കിങ്സ്റ്റൺ by her mother and figures in the beginning of her remarkable autobiography, The Woman Warrior, Memoirs of a Girlhood Among Ghosts. ആ ഒരു വർക്കിൽ നിന്നാണ്. അത് മാക്സിം ഹോങ് കിങ്സ്റ്റൺ ആണ്. ദ വുമൺ വാരിയർ, മെമ്മോയർസ് ഓഫ് എ ഗേൾഹുഡ് എമംഗ് ഗോസ്റ്റ്സ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത ഈ സ്റ്റോറി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് പറയാം. ഈ ക്ലാസ് മുഴുവനായിട്ട് കേട്ടിട്ട് മാത്രമേ നിങ്ങളുടെ അറ്റൻഡൻസ് ഈ കമൻറ്റ് ബോക്സിൽ ഇടാൻ പാടുള്ളൂ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും മാത്രമേ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.